ഫിഫ ലോകകപ്പ് ഫൈനലിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നിന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവില്ല എന്ന സന്തോഷ വാർത്തയുണ്ട്. തടസ്സമില്ലാതെ വൈദ്യുതി ലഭ്യമാക്കാൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കാനാണ് നീക്കം. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചതോടെ NTPC, പവർ പൾസ് ട്രേഡിംഗ് സൊല്യൂഷൻ എന്നീ കമ്പനികളിൽ നിന്നും 200 മെഗാവാട്ട് വൈദ്യുതി ഇന്നു മുതൽ ലഭിച്ചു തുടങ്ങും. കൂടുതൽ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കാൻ മറ്റു മാർഗ്ഗങ്ങളും KECB തേടുന്നുണ്ട്. അഷിൻ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷിൻ ഡിയാഗോ, വെരി ഗുഡ് മോർണിംഗ്. അഷിന്റെ ഇഷ്ട ടീം ഇപ്പോൾ അവശേഷിക്കുന്നതിൽ ഏതാണ്? പോർച്ചുഗൽ ആയിരുന്നു എന്ന് എനിക്കറിയാം, പക്ഷെ പുറത്തുപോയി. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഞാൻ അന്നും ഇന്നും ഒരു പോർച്ചുഗീസ് ഫാനാണ്, റൊണാൾഡോയുടെ ഫാനാണ്. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും സ്പെയിനൊപ്പം നിൽക്കാം എന്നൊരു തീരുമാനത്തിലാണുള്ളത്. കണ്ടറിയാം. ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ആരാധകർ ഇത് സ്പെയിനോടൊപ്പം ആയിരിക്കും. ഞങ്ങൾ അവരെ കണ്ടിട്ടല്ല കളത്തിൽ ഇറങ്ങുന്നത്. അപ്പൊ എന്തായാലും ഇത് മത്സരം പൊളിക്കും, KECB പൊളിക്കും അല്ലേ? അരുൺ, തീർച്ചയായും ഇന്ന് മത്സരം കാണുന്നതിനിടയിൽ KECB എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ KECB പൊളിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആരാധകർ പൊളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ KECB നിലവിൽ എന്തായാലും ഇന്ന് ഒരു വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കടക്കാൻ ധൈര്യപ്പെടില്ല. വൈദ്യുതി നിയന്ത്രണം താൽക്കാലികമായി അവർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇന്നത്തേക്ക്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷൻ ഈ വൈദ്യുതി വാങ്ങുന്നത് സംബന്ധിച്ച് അനുമതി നൽകിയിരുന്നു. കാരണം നേരത്തെ തന്നെ സംസ്ഥാനം നേരിടുന്ന ഈ ഒരു വൈദ്യുതി പ്രതിസന്ധി അതിനെ കണക്കിലെടുത്ത് കഴിഞ്ഞ ദിവസം ഒരു അപേക്ഷ KECB നൽകിയിരുന്നു വൈദ്യുതി റെഗുലേറ്ററിന് മുൻപാകെ. ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് രണ്ടിടങ്ങളിൽ നിന്ന് 200 മെഗാവാട്ടിന്റെ വൈദ്യുതി വാങ്ങാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. നിലവിലുള്ള ഈ ഒരു പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകും ഈ വൈദ്യുതി വാങ്ങുന്നത് എന്നുള്ളതാണ്. രണ്ട് കമ്പനികളിൽ നിന്നായി 100 മെഗാവാട്ടിന്റെ വീതം 200 മെഗാവാട്ടിന്റെ വൈദ്യുതിയാണ് വാങ്ങുന്നത്. 5.96 രൂപ, അതായത് 6 രൂപയോളം മുടക്കിയാണ് KECB വൈദ്യുതി വാങ്ങുന്നത്. വലിയ ചിലവാണ്. പക്ഷേ നിലവിൽ എന്തായാലും സംസ്ഥാനത്ത് ഈ ഒരു പ്രതിസന്ധിയിൽ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ളതാണ് KECB പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അധികം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യം കഴിഞ്ഞുണ്ടാകുന്ന വൈദ്യുതി കൂടി വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആ ഒരു വൈദ്യുതി കൂടി കിട്ടുന്നതോടുകൂടി ഈ ഒരു ചെറിയൊരു ആശ്വാസം സംസ്ഥാനത്തിനുണ്ടാകും എന്നുള്ളതാണ്. മറ്റൊന്ന്, 22 വരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ തിരിച്ചെത്തുന്നതും വൈദ്യുതി ഉപഭോഗം അതുപോലെ തന്നെ വൈദ്യുതി ഉൽപാദനം കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് KECB ഉള്ളത്. എന്തായാലും ഇന്നത്തെ ഫൈനൽ കാണുന്നതിനിടെ കറണ്ട് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടി ഈ ഒരു വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനുള്ള ഒരു പ്രശ്നപരിഹാരത്തിനായി ഇപ്പോൾ വൈദ്യുതി വാങ്ങാൻ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ അധികമായി ഉണ്ടാക്കിയിട്ടുള്ള വൈദ്യുതി, എക്സസ് വരുന്ന വൈദ്യുതി കൂടി സംസ്ഥാനത്തേക്ക് വാങ്ങാൻ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് ഒരു വൈദ്യുതി നിയന്ത്രണം പോകുന്നു എന്നുള്ളതാണ്. മറുഭാഗത്ത് ചിലവേറുന്ന ഒരു കാര്യം കൂടിയാണ്, വൈദ്യുതി നിരക്ക് കൂടാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത. എന്തായാലും ഇന്ന് തൽക്കാലം ആരും പേടിക്കേണ്ട. സ്പെയിൻ കപ്പ് പൊക്കും, അല്ലെങ്കിൽ അർജന്റീന എടുക്കുമ്പോൾ, വേൾഡ് കപ്പ് എടുക്കുമ്പോൾ അത് കാണാൻ കഴിയും. ഒരു വൈദ്യുതി പ്രതിസന്ധിയുമില്ലാതെ, മുടക്കമില്ലാതെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അഷിൻ ഡിയാഗോ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കളി ഇന്ന് വൈദ്യുതി മുടക്കമില്ലാതെ കാണാൻ പറ്റും. എല്ലാ ദിവസവും കളി ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ പ്രേക്ഷകർ ആലോചിച്ചത്? എല്ലാ ദിവസവും കളിയില്ല.